ഷാലോം ടെലിവിഷൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരെയും ഡെയിലി മിററിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പതിവ് അനുസരിച്ച് വചനാധിഷ്ഠിതമായിട്ടുള്ള ചില പരിചിന്തനങ്ങൾ ഇന്നും നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മുൻപൊരിക്കൽ ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ ചിലരെങ്കിലും കണ്ടു കാണും, കേട്ട് കാണും. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ പ്രതിപാദിക്കുന്ന ചില വിഷയങ്ങൾ, അന്ത്യക്രിസ്തുവിനെക്കുറിച്ചും വ്യത്യസ്തമായിട്ടുള്ള പ്രബോധനങ്ങൾ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഉള്ളവരെക്കുറിച്ച് അതിൻ്റെ തന്നെ ചുവട് പിടിച്ച് യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ ചിന്താവിഷയം. അവിടെ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. പല വ്യാജപ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം: യേശുക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. വരാനിരിക്കുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്ത്യക്രിസ്തുവിൻ്റെ ആത്മാവാണത്. ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ വ്യാജപ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അവർ ലോകത്തിൻ്റേതാണ്, അതുകൊണ്ട് അവർ പറയുന്നത് ലൗകികവുമാണ്. ലോകം അവരുടെ വാക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്. ദൈവത്തെ അറിയുന്നവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നില്ല. ഇതുവഴി സത്യത്തിൻ്റെ ആത്മാവിനെയും അസത്യത്തിൻ്റെ ആത്മാവിനെയും നമുക്ക് തിരിച്ചറിയാം. എങ്ങനെ നമ്മൾ വിശ്വാസകാര്യങ്ങളിൽ സത്യവും അസത്യവും തിരിച്ചറിയണം എന്നാണ് യോഹന്നാൻ പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ സഭാസമൂഹത്തിൽ ഇതൊരു വല്ലാത്ത പ്രശ്നമായിരുന്നു. പലതരത്തിലുള്ള പ്രബോധനങ്ങളുമായിട്ട് പുതിയ പുതിയ സെക്റ്റുകൾ ഇറങ്ങുന്നു, പുതിയ നേതാക്കന്മാരുണ്ടാകുന്നു, അവരുടെ എല്ലാം പിന്നാലെ ആളുകൾ പോകുന്നു. അപ്പോൾ ഏതാണ് ശരിയെന്ന് എങ്ങനെ തിരിച്ചറിയും? അതിനുള്ള മാർഗമാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാവെന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുവന്ന മനുഷ്യർ, എല്ലാവരെയും നിങ്ങൾ വിശ്വസിക്കരുത്. പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും. നമ്മൾ ബൈബിളൊന്നും അധികം വായിക്കുന്നവരും പഠിക്കുന്നവരും അല്ലെങ്കിൽ അല്പസ്വല്പമൊക്കെ ബൈബിൾ പഠിച്ചിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ഉദ്ധരിക്കുന്നവരെ നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കും. നേരെ മറിച്ച് നമ്മൾ നന്നായിട്ട് ബൈബിൾ പഠിക്കുകയും അതിൻ്റെ പരസ്പരമുള്ള ബന്ധങ്ങൾ മനസ്സിലാക്കുകയും ചെയ്താൽ പിന്നെ അങ്ങനെയൊന്നും നമുക്ക് അബദ്ധം പറ്റുകയില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ തിരിച്ചറിയണമെങ്കിൽ ഒന്നാമതായിട്ട് നമ്മൾ യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുക. അതായത് യേശു ക്രിസ്തു ശരീരം ധരിച്ചുവെന്ന് ഏറ്റുപറയുന്ന ആത്മാവാവുക. യേശു ക്രിസ്തു കേവലം ഒരു മനുഷ്യനായിരുന്നില്ല, ദൈവമായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം. ഒന്നാമത്തെ കാര്യം. അങ്ങനെ വിശ്വസിക്കാത്തവരന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ അത് എഴുതുന്നത്. അവരുടെ പ്രബോധനങ്ങൾ വേറെയായിരുന്നു. ശരീരം ഒന്നിനും കൊള്ളുകയില്ല. യേശു ഇങ്ങനെ ജ്ഞാനസ്നാന സമയത്ത് രക്ഷകനായി, പിന്നെ കുരിശിൽ മരിക്കുന്നതിന് മുമ്പായിട്ട് അല്ലാതായിത്തീർന്നു. ഇങ്ങനെയൊക്കെ പറയുന്നവർ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണെല്ലാം, ശാരീരികമായതെല്ലാം മോശമായ കാര്യങ്ങളാണ്, അങ്ങനെ പറയുന്നവർ. അതുകൊണ്ട് അവരെ ഒന്നും നിങ്ങൾ വിശ്വസിക്കരുത്. എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിച്ചറിയണം. പല വ്യാജപ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു.
അന്ന് മുതൽ ഇന്ന് വരെ അതുണ്ട്. ഇനി അതുണ്ടാവുകയും ചെയ്യും. എന്നെങ്കിലും ഈ വ്യാജപ്രവാചകന്മാർ ഇല്ലാതാകുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം മനുഷ്യർ അടിസ്ഥാനപരമായിട്ട് സ്വാർത്ഥരാണ്. നേതാവാകാനുള്ള ആഗ്രഹം, സമ്പന്നരാകാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ പ്രബോധനങ്ങളിൽ വെള്ളം ചേർത്ത് അല്പം കൂടി എളുപ്പമാക്കി ജീവിതം കൊടുക്കാനുള്ള പ്രലോഭനം, ഇതെല്ലാം അന്നും ഇന്നും എന്നും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഈ ആത്മാവിനെ തിരിച്ചറിയണം. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. യേശുവിനെ ഏറ്റുപറയുന്നുണ്ടാകും, പക്ഷേ പ്രശ്നം യേശു പറഞ്ഞതും പഠിപ്പിച്ചതുമാണ് എന്ന് പ്രബോധിപ്പിക്കുന്നതിനെ നമ്മൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. നമുക്കറിയാം, മറ്റ് ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളാണ് പല കാര്യങ്ങളിലും കത്തോലിക്ക സമൂഹത്തിനുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇതെല്ലാം എവിടെ നിന്നാണ് കിട്ടിയത്? കേവലം ബൈബിളിൽ നിന്ന് എടുത്തു വച്ചിരിക്കുന്നതാണോ? അല്ല. അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. ഇപ്രകാരമുള്ള ഈ പ്രബോധനങ്ങളെ സ്വീകരിക്കാത്തവർ ദൈവത്തിൽ നിന്നുള്ളവരല്ല. വരാനിരിക്കുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണത്. അതായത് ക്രിസ്തുവിന് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണവർ. ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. ഇനി അത് വരാനിരിക്കുന്നതൊന്നുമല്ല, ഇപ്പോൾ തന്നെ ഉണ്ട്. നമുക്കറിയാം, യേശുവിനെതിരെ എന്നും പറയുന്നവരുണ്ട്, ഇന്നും എന്നും. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ വ്യാജപ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അതായത് യോഹന്നാൻ യേശുവിൻ്റെ പ്രബോധനത്തിൽ ഉറച്ചു നിന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്, നിങ്ങളതിൽ ഉറച്ചു നിൽക്കണം. നിങ്ങൾ ഈ വ്യാജപ്രവാചകന്മാരെയൊക്കെ കീഴ്പ്പെടുത്തിയവരാണ്. എന്നിട്ട് പറയുകയാണ്, എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അതായത് ആരാണിതെല്ലാം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത്? ഈശോ പത്രോസിനോട് പറയുന്നൊരു വാചകമാണ്. നീ സത്യദൈവമായ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പത്രോസ് പറയുമ്പോൾ നിനക്കിത് വെളിപ്പെടുത്തി തന്നത് ആരാണ് എന്ന് യേശു പറയുന്നൊരു ഭാഗമുണ്ട്. അത് കേവലം മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് അത് വെളിപ്പെടുത്തിയത്. ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഈ ലോകത്തിലുള്ളവരൊക്കെ മനുഷ്യരാണ്. നേരെ മറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ളത് ദൈവം തന്നെയാണ്. അപ്പോൾ ആ ദൈവം വെളിപ്പെടുത്തി തരുന്നതാണ് പ്രധാനപ്പെട്ടതല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നമ്മളെ ശരിയായ പാതയിലൂടെ നയിക്കാൻ ഈ ഉള്ളിലുള്ളവന് കഴിയും. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ ദിവസവും കുർബാന സ്വീകരണത്തിലൂടെ വരുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ വലിയവനാണ്. ആ വന്നവൻ ഈ യേശു ക്രിസ്തു ദൈവമാണ് എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. അവർ ലോകത്തിൻ്റേതാണ്, അതുകൊണ്ട് അവർ പറയുന്നത് ലൗകികവുമാണ്. ലോകം അവരുടെ വാക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അവർ ലോകത്തിൻ്റേതാണ്. യോഹന്നാനൊരു പ്രത്യേകതയുണ്ട്. ഈ ലോകം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താണ്? ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചായി പറയുന്നത്. ദൈവമില്ലാതെ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുന്ന ഒരു ലോകം. നമ്മുടെ ആധുനിക ഭാഷയിലൊക്കെ പറഞ്ഞാൽ സെക്കുലർ വേൾഡ് എന്ന് പറയും. സെക്കുലർ വേൾഡ്, അതായത് വിശ്വാസത്തിൻ്റെയോ മതത്തിൻ്റെയോ ദൈവത്തിൻ്റെയോ ഒന്നും സാന്നിധ്യം അംഗീകരിക്കാത്ത ഒരു ലോകം. അങ്ങനെയുള്ള ലോകത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്തെന്നാൽ അവർ ലോകത്തിൻ്റേതാണ്, അതുകൊണ്ട് അവർ പറയുന്നത് ലൗകികവുമാണ്. നമ്മൾ ഈ ലോകത്തിൻ്റേതാണെങ്കിൽ, ദൈവികമായ അംശം നമ്മളിൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ പറയുന്നത് മുഴുവൻ ലൗകികമായി മാറും. എന്താ ഈ ലൗകികമെന്ന് പറഞ്ഞാൽ? അതായത് എല്ലാം
ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ. അങ്ങനെയുള്ള ധാരാളം പേരുണ്ട്. നിരീശ്വരരായിട്ടുള്ളവർ അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. അവർ പറയുന്നത് മുഴുവൻ ഈ ലോകത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിനപ്പുറത്തേക്ക് യാതൊന്നുമില്ല. ഇവിടം കൊണ്ട് എല്ലാം അവസാനിക്കുന്നു. ചിലപ്പോഴെങ്കിലും എനിക്ക് തോന്നാറുണ്ട്, ഒരുപാട് പ്രായമായിട്ടും അധികാരത്തിന് വേണ്ടി നടക്കുന്ന മനുഷ്യർ, അത് ഏത് തരത്തിലുള്ളതായാലും, അങ്ങനെയുള്ള മനുഷ്യരെ സംബന്ധിച്ച് ഈ ലോകത്തിൽ കിട്ടാനുള്ളതേ ഉള്ളൂ, ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നത് പോലെ തോന്നും. അതുകൊണ്ടാണല്ലോ ഈ ലോകത്തിലെല്ലാം കിട്ടണം എന്ന് വാശി പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ച് ഈ ലോകത്തിലെല്ലാം കിട്ടണമെന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല. ഞാൻ പലപ്പോഴും ഈ വീടുകൾ സന്ദർശിക്കാൻ പോകുമ്പോൾ ഇടവകളിൽ പ്രായമായിട്ട് കട്ടിലയിൽ കിടപ്പായിരിക്കുന്ന ആളുകളെ കാണും. ഒരുപാട് മനുഷ്യർ, നമ്മുടെ സാധാരണക്കാരായ അമ്മച്ചിമാരും അപ്പച്ചന്മാരും, അവർ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കിനി ഒന്നിനെയും കുറവില്ല, എന്നെ ദൈവം ഏൽപ്പിച്ച പദ്ധതിയെല്ലാം ഞാൻ പൂർത്തിയാക്കി, എൻ്റെ മക്കളൊക്കെ ഓരോ നല്ല നിലയിലെത്തി, എന്നെ അവർ നല്ലപോലെ നോക്കുന്നുണ്ട്, ഇനി എനിക്ക് കർത്താവിനെ കണ്ടാൽ മതി, എനിക്കിനി കർത്താവിൻ്റെ അടുത്തേക്ക് പോയാൽ മതി. അതായത് ഈ ലോകത്തിലുള്ള എല്ലാത്തിനേക്കാളും കർത്താവിൻ്റെ അടുത്തായിരിക്കുക എന്നതിന് വില കൊടുക്കുന്നവരാണ് അവർ. കഴിഞ്ഞ ദിവസവും ഞാനൊരു വീട്ടിൽ ചെന്നു. അത് കഴിഞ്ഞ് കുറച്ച് 2 ആഴ്ച കഴിയുമ്പോൾ അമ്മച്ചി മരിച്ചു. അമ്മച്ചി മരിച്ച കാര്യം അമ്മച്ചി ഇങ്ങനെ പറഞ്ഞെന്ന്, പിതാവിനെയും കണ്ടു, ഇനി കർത്താവിൻ്റെ അടുത്തേക്ക് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഈ ലോകത്തിനപ്പുറത്തുള്ളതാണ് അമ്മച്ചി പ്രതീക്ഷിക്കുന്നത്. നേരെ മറിച്ച് ചിലർ പറയുന്നത് ലോകത്തിൻ്റെ ഭാഷയാണ്. അവർ കിടന്ന് അലമുറയിടും. എന്താ പറയുക? ഞാൻ പോയാൽ എൻ്റെ കൊച്ചിനെ ആര് നോക്കുവേ, എൻ്റെ ഭർത്താവിനെ ആര് നോക്കുവേ, എൻ്റെ സ്ഥലമെല്ലാം ആര് കൊണ്ടുപോകുവേ, ഇങ്ങനെ പറഞ്ഞ അലമുറയിടുന്നവർ. അവർ പറയുന്ന ഭാഷ ഈ ലോകത്തിൻ്റേതാണ്, ലൗകികമാണ്. അപ്പോൾ യോഹന്നാൻ പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾ യഥാർത്ഥത്തിൽ സത്യത്തിൻ്റെ ആത്മാവിനെ തിരിച്ചറിയേണ്ടത്, വ്യാജമല്ലാത്ത ആത്മാവിനെ തിരിച്ചറിയേണ്ടത് ഇങ്ങനെയാണ്. ഈ ലോകത്തിൻ്റെ ഭാഷ മാത്രം സംസാരിക്കുന്നവർക്ക് ഒരിക്കലും യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളവരാകാൻ കഴിയില്ല. ലോകം അവരുടെ വാക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ലോകം ശ്രദ്ധിച്ചെന്ന് വരില്ല. നേരെ മറിച്ച് ലോകത്തിൻ്റെ രീതിയിൽ ചിന്തിക്കുന്നവരുടെ വാക്കുകൾ അവർ സ്വീകരിക്കും സ്വാഭാവികമായിട്ടും. ബാക്കിയുള്ളവരുടെ വാക്കുകളെ അവർ നിരസിക്കുകയും ചെയ്യും. അതിൽ അത്ഭുതം നമ്മൾ പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല, യാതൊരു അത്ഭുതവും ഇല്ല. അങ്ങനെയാണത്. അതിപ്പോൾ നമുക്ക് വിശ്വാസമുണ്ട്, സഭയിലെ അംഗങ്ങളാണ് എന്ന് പറയുന്നവരുടെ ഇടയിൽ പോലും ഈ ഒരു പ്രവണത കാണാം. പേരിന് മാത്രം, നാമമാത്ര ക്രിസ്ത്യാനികളായി കഴിയുന്നവർ, അവർ കൃത്യമായിട്ട് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ടാകാം, പിരിവ് കൊടുക്കുന്നുണ്ടാകാം, ഒക്കെ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ അവർ പറയുന്ന ഭാഷ ലൗകികമാണ്. അവരുടെ ഭാഷയാണ് ലോകത്തിന് കൂടുതൽ ഇഷ്ടം. കാരണം അവർ ആ ലോകത്തിൻ്റെ ആത്മാവിനെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. മറ്റത് വേറെ ഒരു ഉടുപ്പ് പോലെയാണ് യേശുവിൻ്റെ ആത്മാവെന്ന് പറയുന്നത്. നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്. ദൈവത്തെ അറിയുന്നവൻ നമ്മുടെ വാക്ക് ശ്രദ്ധിക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നില്ല. ഇതുവഴി സത്യത്തിൻ്റെ ആത്മാവിനെയും അസത്യത്തിൻ്റെ ആത്മാവിനെയും നമുക്ക് തിരിച്ചറിയാം. ഇപ്പം ഞാനൊരു വഴക്ക് തീർക്കാൻ പോകുന്നു ഒരു വീട്ടിൽ കരുതുക. അങ്ങനെ പോകുമ്പോൾ ഞാൻ പറയുകയാണ്, ഒരു പക്ഷേ സഹോദരങ്ങൾ തമ്മിലായ സ്വത്ത് തർക്കമായിരിക്കാം. ഞാൻ പറയുകയാണ്, മോനെ വിട്ടുകൊട്, നമ്മൾ സഹോദരങ്ങളല്ലേ, നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ അധ്വാനിച്ചുണ്ടാക്കി തന്നത് നമ്മൾ അധ്വാനിച്ചില്ലല്ലോ, ദൈവമല്ലേ തന്നത് നമുക്ക് എന്ന് പറയുമ്പോൾ അതിനെ സ്വീകരിക്കാൻ കഴിയാത്തവർക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അവർ
സത്യത്തിൻ്റെ ആത്മാവാണെന്ന് പറയാൻ പറ്റില്ല. ചിലരുണ്ട്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള വഴക്ക്. അവരോട് പറയുകയാണ്, മക്കളെ വിട്ടുകൊടുക്ക്. മാതാപിതാക്കൾക്ക് അവരല്ലേ നിങ്ങളെ വളർത്തിയത്, അവരെ നിങ്ങൾ സംരക്ഷിക്കണ്ടേ? അവർക്കെന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാലും അത് ക്ഷമിക്കണ്ടേ? ഇല്ല, ക്ഷമിക്കില്ല. അങ്ങനെ പറയുന്ന മക്കളുണ്ട്. സ്വാഭാവികമായിട്ടും അവർ ഈ ലോകത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊണ്ടവരാണ്. അവർക്ക് ഈ സത്യത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ കഴിയില്ല. ഇതവിടെ യോഹന്നാൻ പറയുന്നത്, ഈ ദൈവത്തിൻ്റെ ആത്മാവുള്ളവരെയും അല്ലെങ്കിൽ സത്യത്തിൻ്റെ ആത്മാവിനെയും അസത്യത്തിൻ്റെ ആത്മാവിനെയും തിരിച്ചറിയാനുള്ള മാർഗമാണിത്. എവിടെ ചെന്നാലും രാഷ്ട്രീയ ശൈലിയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകും. കൃത്യമായിട്ട് പള്ളിയിൽ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകും, മുൻനിരയിൽ തന്നെ. പക്ഷേ പാരിഷ് കൗൺസിലിലേക്ക്, പൊതുയോഗത്തിലേക്കൊക്കെ തിരഞ്ഞെടുപ്പ് വരുമ്പം തനി രാഷ്ട്രീയക്കാർ ആയിട്ട് രൂപാന്തരപ്പെടും. അതേ രീതിയിൽ വോട്ട് പിടുത്തവും സ്വാധീനിക്കലും ഭീഷണിയും ഒക്കെ ആയിട്ട് നടക്കുന്നവരുണ്ടാകും. അവരൊക്കെ സത്യത്തിൻ്റെ ആത്മാവാണ് എന്ന് പറയാൻ പറ്റില്ല. അതുമല്ലെങ്കിൽ ചിലരുണ്ട്, അവർ പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും മുൻനിരയിലായിരിക്കും. പള്ളിയിൽ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും. രാത്രി വളരെ ലേറ്റായിട്ട് വീട്ടിൽ പോവുകയുള്ളൂ. ഏത് കാര്യം വന്നാലും അച്ഛന് വേണ്ടി വണ്ടി വിട്ടു കൊടുക്കും. എവിടെ പോകണമെന്ന് പറഞ്ഞാലും പോകും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർ സത്യത്തിൻ്റെ ആത്മാവുള്ളവരല്ല. ഇനി വീണ്ടും പറയുകയാണ്, ദൈവം സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ഈ സ്നേഹത്തെക്കുറിച്ചൊക്കെ യോഹന്നാൻ പറയാൻ കാരണം എന്താണ്? അദ്ദേഹം ജീവിച്ചിരുന്ന ക്രൈസ്തവ സമൂഹത്തിൽ ഇപ്രകാരം പരസ്പരം സ്നേഹിക്കാത്തവരും പരസ്പരം ദ്വേഷിക്കുന്നവരും ധാരാളം ഉണ്ടായിരുന്നു. എന്തിൻ്റെ പേരിൽ? വ്യത്യസ്തമായിട്ടുള്ള ഈ പ്രബോധനങ്ങളുടെ പേരിൽ കലഹിച്ചിരുന്ന മനുഷ്യർ. യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചൊക്കെയുള്ള കലഹങ്ങൾ, അതിനെ പശ്ചാത്തലമാക്കിയിട്ടാണ് യോഹന്നാൻ വീണ്ടും പറയും, 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. സഹോദരനെ കൊല്ലുന്നവൻ കൊലപാതകയാണെന്നല്ല പറയുന്നത്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, നിങ്ങൾ കൊല്ലരുത് എന്നുള്ള പ്രമാണത്തിൽ കേവലം ശാരീരികമായി കൊല്ലുന്നതിനെക്കുറിച്ചല്ലല്ലോ പറയുന്നത്. നിങ്ങൾ കൊല്ലരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വെറുക്കരുത് എന്നും അർത്ഥമില്ലേ? അതല്ലേ ഇവിടെ കർത്താവ് പറയുന്നത്. കർത്താവ് പറയുന്നൊരു ഭാഗമുണ്ട്, നിൻ്റെ സഹോദരനെ ഭോഷ എന്ന് വിളിച്ചാൽ നീ തീ നരകത്തിന് അർഹനാകും. അപ്പോൾ നമ്മുടെയൊക്കെ വാക്കുകളെയും ചെയ്തികളെയും പ്രതികരണങ്ങളെയും മനോഭാവങ്ങളെയൊക്കെ ഒന്ന് ആത്മശോധന ചെയ്ത് നോക്കുക. ഇതുമായിട്ട് ഒന്നിച്ചു പോകുമോ എന്ന്. നമ്മളൊരു പക്ഷേ വ്യത്യസ്തമായ പ്രബോധനങ്ങൾ അവതരിപ്പിക്കുന്നില്ലായിരിക്കാം. എന്നാൽ അതേസമയം ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ, ശൈലികളിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ നിരന്തരം ലംഘിക്കുന്നുണ്ടാകും. ഈ കൊലപാതകം തന്നെ മതി. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. ആ വെറുപ്പ് എന്ന് പറയുന്നത് പലതരത്തിലാവാം. ഈ വെറുപ്പിന് ഒരുപാട് രൂപങ്ങളുണ്ട്. എന്നേക്കായാലും വളരാൻ അവൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവൻ എന്നിൽ ശക്തനാകാനായിട്ട്, അല്ലെങ്കിൽ നേതാവാകാൻ പരിശ്രമിക്കുന്നു, എന്നെ പിന്തള്ളിയിട്ട്. ഇങ്ങനെ പലതരത്തിലുള്ള വെറുപ്പുകളുണ്ടാകും. ഇനി നമ്മൾ അറിയാതെയുള്ള വെറുപ്പുകളുണ്ടാകും. നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ പറ്റിക്കുകയില്ലല്ലോ, ചതിക്കുകയില്ല. നേരെ മറിച്ച് നമ്മൾ അങ്ങനെ ആരെങ്കിലും ചതിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെറുക്കുന്നതിന് തുല്യമല്ലേ അത്? ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ കച്ചവടക്കാരുണ്ടെങ്കിൽ, കച്ചവടക്കാർ വാസ്തവത്തിൽ എല്ലാവരും സത്യസന്ധരാണോ? സത്യസന്ധതയോടെ പെരുമാറുന്നില്ലെങ്കിൽ അവിടെ വാങ്ങിക്കാൻ വരുന്ന
ആളുകളെ കളിപ്പിക്കുന്നു എന്നല്ലേ അർത്ഥം. ആ കളിപ്പീര് വാസ്തവത്തിൽ സ്നേഹത്തിൻ്റെ അഭാവമല്ലേ? സ്നേഹത്തിൻ്റെ അഭാവമാണെങ്കിൽ ഒരു തരത്തിൽ അതിനെ വെറുപ്പ് എന്ന് വിളിക്കാമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചാൽ ഈ യോഹന്നാൻ പറയുന്നത് പോലെ സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല. അത് വലിയൊരു പ്രശ്നമാണ്. കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല. നമ്മളൊക്കെ പലപ്പോഴും പറയും നിത്യജീവൻ മരണശേഷം ഇങ്ങനെ കിട്ടാൻ പോകുന്ന ജീവനെക്കുറിച്ചല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് യോഹന്നാൻ പറയുന്ന കാരണം എന്താണ്? കാരണം മറ്റൊന്നുമല്ല, യോഹന്നാൻ തന്നെ കർത്താവിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് എഴുതി വച്ചിട്ടുണ്ട്. യോഹന്നാൻ 17:3 ഇപ്രകാരം പറയുന്നുണ്ട്, എന്ത്? ഏകസത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ ഈ കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്: ആ കൊലപാതകിക്ക് ഏകസത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അനുഭവിക്കാൻ കഴിയുന്നില്ല, അറിയാൻ കഴിയുന്നില്ല. അതാണ് ഇതിനർത്ഥം. അപ്പോൾ അങ്ങനെ അറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തിക്ക് ഒരിക്കലും ഈ നിത്യജീവൻ്റെ അനുഭവം, ആ അറിവ് ഉണ്ടാവുകയില്ല. പിതാവായ ദൈവത്തെയും അവനയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ വ്യക്തിപരമായി അനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സഹോദരനെ വെറുക്കുന്നവന് ദൈവത്തെ അനുഭവിക്കാൻ കഴിഞ്ഞവനല്ലത്. ദൈവത്തെ അനുഭവിക്കാൻ കഴിഞ്ഞവർക്കൊരിക്കലും വെറുക്കാൻ കഴിയില്ല. നമ്മൾ സഹോദരൻ്റെ തിന്മ പ്രവൃത്തികളെ വെറുക്കേണ്ടെന്നല്ല, നേരെ മറിച്ച് ആ വ്യക്തിയെ വെറുക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് ഈ കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറയുമ്പോൾ അർത്ഥം ഇതാണ്: നിങ്ങൾ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. ദൈവത്തെ അനുഭവിക്കുക എന്ന് പറയുന്നത് ആ ദൈവികമായ ചൈതന്യം നമ്മളിൽ ഉൾക്കൊള്ളുക എന്ന് തന്നെയാണ് അർത്ഥം. അതിനുള്ള നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളുടെ പ്രാർത്ഥനകളും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, കൂദാശകളും എല്ലാം അതുതന്നെയാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല. ഈ നിത്യജീവൻ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് അനുഭവിക്കുക. അതാണ് നമ്മുടെ നിത്യസന്തോഷത്തിൻ്റെ, സ്വർഗീയ സന്തോഷത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത്. ക്ഷമിക്കാൻ കഴിയുന്നത് അത് വലിയൊരു നിത്യജീവൻ്റെ അനുഭവത്തിലേക്കുള്ള അതിൻ്റെ ഒരു അടയാളമാണത്. എനിക്ക് ആ നിത്യജീവൻ്റെ അനുഭവമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ക്ഷമിക്കും, അല്ല ഞാൻ ക്ഷമിക്കില്ല. അപ്പോഴിങ്ങനെ നമുക്ക് നമ്മളിൽ നിത്യജീവനുണ്ടോ എന്ന്, വസിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും നമ്മൾ യഥാർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെതാണോ ദൈവത്തിൻ്റെതാണോ എന്ന്. നമ്മുടെ ആത്മാവ് എവിടെയാണ് നിൽക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും. വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രബോധനങ്ങളിലേക്കൊന്നും നമ്മൾ കടന്നു പോവുകയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, നമ്മുടെ വിശ്വാസം ഈ നിത്യജീവൻ നമ്മളിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ്. ആ സ്വർഗീയമായ സന്തോഷം നമ്മുടെയൊക്കെ ജീവിതത്തെ എന്നും പ്രകാശമാനമാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, സഹോദരനെ വെറുക്കുന്നവനിൽ നിത്യജീവൻ ഇല്ല എന്ന് അസന്നിഗ്ധമായി നിൻ്റെ അപ്പസ്തോലനോട് നീ പറഞ്ഞു തരുന്നുവല്ലോ. സഹോദരനെ സ്നേഹിക്കാത്തവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവരല്ല എന്ന് വരെ അപ്പസ്തോലൻ പറയുന്നു. ദൈവം സ്നേഹമാകുന്നുവെന്നും ആ ദൈവത്തെ അംഗീകരിക്കുന്നവരെല്ലാം സ്നേഹത്തിൽ വസിക്കുന്നുവെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുവല്ലോ. കർത്താവെ, നിൻ്റെ ശിഷ്യരായ ഞങ്ങൾ ഓരോരുത്തരും ഇപ്രകാരം പരസ്പര സ്നേഹത്തിൽ വസിച്ച് ആ നിത്യജീവൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നവരാകട്ടെ. അതിലൂടെ മറ്റുള്ളവരും നിന്നെയും നിൻ്റെ പിതാവിനെയും അറിയുവാനും ആ നിത്യജീവൻ അനുഭവിച്ച് മരണശേഷം എന്നും നിന്നോടുകൂടി ആയിരിക്കുവാനും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.